ഇത്ര പെട്ടെന്ന്? അല്ല, ഇതാരായിരിക്കും ചെയ്തത്? ആര് ചെയ്താലും എന്താ നവി, അവന്മാർക്ക് കിട്ടേണ്ടത് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ആ, അത് ശരിയാ. ഇനി അഥവാ ഇത് അവരുടെ മക്കളാണ് ചെയ്തെങ്കിലും അടി കിട്ടേണ്ട വഴിക്ക് തന്നെയാ കിട്ടിയത്. ആ, അതേട്ടൻ പറഞ്ഞത് ശരിയാ. ഇനി എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കേസ് ഗംഭീരമായിരിക്കും. ഗംഭീരമാവട്ടെ, ഗംഭീരമാവണമല്ലോ. അത്രയ്ക്കുണ്ട് ഇവന്മാര് ചെയ്തു കൂട്ട ഓരോ കാര്യങ്ങള്. ബാസ്റ്റേർഡ്സ്. കുഞ്ഞു കുട്ടികളെ പോലും എത്ര ക്രൂരമായിട്ടാ ഇവന്മാര് കൊല്ലുന്നത്. ഇവന്റെയൊക്കെ തന്തയ്ക്ക് കിട്ടിയതിനേക്കാളും ഇരട്ടിയായിട്ട് ഇവന്മാർക്ക് കിട്ടണം. എന്തായാലും അധികം നാളിനി DK ഗ്രൂപ്പിന് മറഞ്ഞിരിക്കാൻ കഴിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ, അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. പിന്നെ ഒരു കാര്യം, ഇവന്മാരെ തന്തയെ ഇവന്മാരാണ് കൊന്നതെന്നുള്ള ഒരു സംശയം മാത്രമേ നമുക്കുള്ളൂ. ഇനി അത് അവന്മാരല്ല എങ്കിൽ ഉറപ്പായിട്ട് അവന്മാര് പുറത്തിറങ്ങിയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലാൻഡ് മർഡർ എന്നാ. കാരണം സ്വന്തം തന്തയെ അങ്ങനെ ആരും കൊല്ലില്ലല്ലോ. പിന്നെ അവന്മാരെ കാര്യം ആയതുകൊണ്ട് പറയാനും പറ്റില്ല. പിന്നെ എനിക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. നവി, നീ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാത്ത ക്രൈം ബ്രാഞ്ചിലുള്ള ആ ഒരു ഗ്യാങ്ങിനെ പറ്റി? ചിലപ്പോ ഇത് ചെയ്തത് അവരാണെങ്കിലോ? വരുണേ, നീ പറയുന്ന കാര്യത്തിന് സാധ്യതയുണ്ട്. ഇനി അഥവാ ഇത് ചെയ്തത് അവരാണെങ്കിൽ വൈകാതെ തന്നെ DK ഗ്രൂപ്പ് പുറം ലോകം കാണും. തീർച്ചയായിട്ടും കാണണമല്ലോ. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്താലും അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിന് കമ്പനിക്കാരി ആയാലും വർക്കിലായാലും. അതോർത്ത് അമ്മ പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യും. ശരി, എൻ്റെ മക്കളെല്ലാം പെട്ടെന്ന് കഴിച്ചിട്ട് അവരൊരു വർക്കിന് പോവാൻ നോക്ക്. ശരി അമ്മ. എടാ, എല്ലാത്തിനും ഇന്നത്തോടെ ഒരു അവസാനം കണ്ടെത്തണം. ഇനി ഇതിനിങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ബോസ് പറഞ്ഞതുപോലെ ഇത് ചെയ്തതാ 4 എണ്ണമായിരിക്കും. 9 വർഷം മുമ്പ് ഇതേ ദിവസമാ അവളുമാരുടെ തന്തയും തള്ളയും ബോസ് ചാരവാക്കി കളഞ്ഞത്. എന്നിട്ട് ഇന്നോ അതേ ദിവസം തന്നെ ബോസിന്റെ അച്ഛന്റെ ബോഡി, അതും അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ. ബോസിന്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ദേഷ്യത്തില. ഈ ന്യൂസ് കേട്ട ഉടനെ തന്നെ അടുത്തുള്ള ഗാർഡ്സിനെ എല്ലാം അങ്ങേര് തീർത്തു കളഞ്ഞു. ഡാനിയലെ, ബോസിന്റെ അച്ഛനെ ബോസ് തന്നെ കൊന്നെന്നാ ന്യൂസ് മുഴുവൻ പറയുന്നേ. ഇത് കേൾക്കുന്ന ബോസിന് എങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുക? അത് ശരിയാ, ഈ അവസ്ഥയിൽ ബോസ് പുറത്തിറങ്ങിയ ഇത് പറയുന്നവന്റെ നാക്കരിയാൻ പോലും മടിക്കില്ല. പിന്നെ ഇത് ചെയ്തത് ആ 4 പെൺപുലികളാണെങ്കിൽ ബോസ് അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. നോർഷി, അത് പാടില്ല. ബോസിനെ പിച്ചി ചീന്താനല്ല ഇത്രയും കാലം അവളുമാർക്കൊരു പോറല് പോലും ഏൽപ്പിക്കാത്തത്. അവര് നമുക്കുള്ളതാ. നമ്മൾ കൊടുക്കുന്ന വേദന അവര് വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. ശരിയാ, ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി അവര് നമ്മുടെ മുന്നിൽ കിടന്ന് യാചിക്കണം. 4 എണ്ണത്തിനെയും ഒന്ന് കയ്യിൽ കിട്ടട്ടെ. യഥാർത്ഥ സുഖം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. എന്തായാലും ആ 4 എണ്ണവും കൊള്ളാം. ബോസിന്റെ അച്ഛനെ പിച്ചി ചീന്തിയല്ലേ വെച്ചേക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ കുറെ മൃഗങ്ങൾ ചേർന്ന് വേട്ടയാടിയത് പോലെ. ഇന്ന് മുതൽ ആ 4 പെൺപുലികളുടെയും സുഖജീവിതം തുടങ്ങാൻ പോവാ. അതിനു മുന്നേ നമുക്ക് മുന്നേ അവരെ സ്വന്തമാക്കിയ അവരുടെ ആ 4 ഭർത്താക്കന്മാരെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ തീർക്കണം. അവന്മാര് 4 എണ്ണവും അവളുമാരുടെ കൺമുന്നിൽ കിടന്ന് തന്നെ മരിക്കണം. എന്നിട്ട് അവന്മാര് കെട്ടിക്കൊടുത്ത ആ താലി അവളുമാരുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് അവന്മാരുടെ ശവത്തിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കെട്ടിയ താലി വേണം അവളുമാരുടെ കഴുത്തിൽ ഇനി മുതൽ ഉണ്ടാവേണ്ടത്. എന്തായാലും ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. പിന്നെ അന്ന്
ബോസ് ബാക്കി വെച്ചിട്ട് പോയ അവരുടെ കുടുംബം ഇനി മുതൽ ബോസിന്റെ കയ്യിലായിരിക്കും. പിന്നെ അവരുടെ രക്തത്തിൽ പിറന്ന അവരുടെ മക്കൾ അതേ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അവർ കാണണം. അതുറപ്പാ ജെറിനെ, അവരത് കണ്ടിരിക്കും. പിന്നെ ഇന്നത്തെ പ്ലാൻ എല്ലാം ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഒരു ചെറിയ പിഴവ് പോലും അതിലുണ്ടാവാൻ പാടില്ല. പിന്നെ ഇന്നത്തോടെ അവളുമാരുടെ യഥാർത്ഥ മുഖംമൂടി അവളുമാരുടെ ഭർത്താക്കന്മാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും അഴിഞ്ഞു വീഴണം. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അവർ നമ്മുടെ മുന്നിൽ നിൽക്കണം. അവളുമാരാരാണെന്നുള്ള സത്യം അറിയുമ്പോൾ അവന്മാരുടെ അവസ്ഥ അത് നമ്മൾ അവരെ കൊല്ലുന്നതിനേക്കാൾ വലുതായിരിക്കും. പിന്നെ അവന്മാർക്ക് നമ്മളാണ് അവരുടെ പാരൻസിനെ കൊന്നതെന്നുള്ള കാര്യം അറിയില്ലായിരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവന്മാര് കളത്തിലിറങ്ങി കളിച്ചേനെ. അവന്മാരെ അറിയിക്കാത്തതായിരിക്കും പറയുന്നതിനേക്കാളും ശരി. എന്തായാലും ഭാര്യമാരുടെ ഹിഡൻ ഐഡന്റിറ്റിയും പാരൻസിന്റെ മരണം ഒരു മർഡറുമാണെന്ന് അറിയുമ്പോൾ തന്നെ അവന്മാര് പകുതി മരിക്കും. പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇന്ന് അവളുമാരുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവാൻ പോവാ. ഗുഡ് മോർണിംഗ് നിതിൻ ആൻഡ് കാർത്തിക്. ഗുഡ് മോർണിംഗ് സർ. ഇന്ന് രാവിലത്തെ ന്യൂസ് നിങ്ങൾ കണ്ടായിരുന്നോ? ആ DK ഗ്രൂപ്പിലെ ഒരാളുടെ മരണം. യെസ് സർ, അറിഞ്ഞായിരുന്നു. ഇതുപോലെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. അത് നിതിൻ പറഞ്ഞത് ശരിയാ. ഇനിയുള്ള സമയം DK ഗ്രൂപ്പിന്റെ തകർച്ചയുടെ സമയമാ. അറ്റ് ലാസ്റ്റ് ദ DK ഗ്രൂപ്പ്സ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. അബ്സല്യൂട്ട്ലി കറക്റ്റ് സർ. ഇനി ബോംബെയിൽ നിന്നല്ല ഒരിടത്തും ആ DK ഗ്രൂപ്പിന്റെ കളി നടക്കാൻ പോകുന്നില്ല. അതെ, ഉടനെ തന്നെ അത് സംഭവിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ഇവന്മാരുടെ മുന്നിൽ ബലിയാടായവർക്കുള്ള നീതി ലഭിക്കലാണ്. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ സ്വന്തം ആഗ്രഹത്തിനു വേണ്ടി ഇവന്മാര് നശിപ്പിച്ച കുഞ്ഞുങ്ങളുടെയും സാധാരണ ജനങ്ങളുടെയും പിന്നെ പെൺകുട്ടികളുടെയും ആത്മാവിന് ശാന്തി കിട്ടാൻ പോകുന്ന ദിവസങ്ങളാണിനി. അതെ സാർ, അതിനി വലിയ സമയമൊന്നുമില്ല. ഇനി ഓരോ സെക്കൻഡും DK ഗ്രൂപ്പിന്റെ അടിത്തറ വരെ ഇളകാൻ പോകുക. ലോകം അറിയാൻ പോവുക ഇവന്മാരെ പോലുള്ളവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ പിഴുതെറിയാൻ പോകുന്ന എന്നുള്ള സത്യം. അതെ, എല്ലാവരും പറയുന്നത് പോലെ ഇത് ചെയ്തത് ആ ക്രൈം ബ്രാഞ്ചിലുള്ള ആ റിയൽ ഫൈറ്റേഴ്സ് ആണെങ്കിൽ we keep a big salute for them. Sure Karthi, because they are the real heroes in this game. വേദ, നീ ഋത്തികേട്ടനോട് ഇന്ന് അവന്മാരുടെ ഫോട്ടോ കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നോ? ആ, ഞാൻ ഋത്തികേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ കിട്ടുമ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞു. ഓക്കെ. അല്ല, ഇവിടത്തെ ആ 4 മുഖം മൂടിയിട്ട കള്ളന്മാരുടെ കാര്യം കൂടെ അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. സിദ്ധാർത്ഥ് സാറ് അതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്.
പിന്നെ നേഹ തന്ന ആ CCTV ഫുട്ടേജും അയച്ചു കൊടുത്തു. എല്ലാം കണ്ടിട്ട് സാറ് പറയുന്നത് ഇതെല്ലാം ഒരു പ്ലാൻ ആണെന്നാണ്. എന്തായാലും എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രമേ എടാ മനുഷ്യ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഒരു കാര്യം പറയണം? മിസ്റ്റർ നവനീത്, ഡോണ്ട് റൈസ് യുവർ വോയിസ്. ഇല്ല, ഞാൻ പറയും. നിങ്ങളെ കൊണ്ടൊന്ന് വിളിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. മിസ്റ്റർ നവനീത്, ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കേ വേണ്ട. വെറുതെ സമയത്തെ വേസ്റ്റാക്കി കളയാതെ പോയി ആ കേസ് ഫയലൊക്കെ വെരിഫൈ ചെയ്ത് വെക്കാൻ നോക്ക്. ഓഹോ, അങ്ങനെയാണോ? എന്നാലേ നിങ്ങൾ എന്നെ നവിയെന്ന് വിളിച്ചാലേ ഞാൻ ഇനി ഇവിടെ നനങ്ങും. എന്നാലേ നീ അവിടെ ഇരിക്കേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ മനുഷ്യ, മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരുന്നോണം. അങ്ങേരുടെ ഒരു മിസ്റ്റർ നവനീത് ഇന്നത്തോടുകൂടി ഈ വിളി ഇവിടെ നിർത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. നീ എന്താന്ന് വെച്ചാൽ കാണിക്കേ. എനിക്ക് നിന്റെ പൊട്ടത്തരത്തിന് കൂട്ടു നിൽക്കാനേ തീരെ സമയമില്ല. എനിക്ക് കേസിന്റെ ആവശ്യത്തിനായി പുറത്തു പോകാനുള്ളതാ. ഓ, അപ്പൊ പുറത്തു പോകാനുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. നിന്നെ കൊണ്ട് പോകാനുള്ള ആവശ്യമൊന്നും ഇതിനില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ അറിയാം. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ എന്നെയും കൂട്ടാതെ ഈ ഓഫീസിന്റെ പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അതെ, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങ. ആ, അങ്ങനെ വഴിക്ക് വാ. അപ്പൊ ബഹുമാനമൊക്കെ ഉണ്ട്, നല്ലതാ. അതെ, എന്ത് പുറപുറത്തുകൊണ്ട് നിൽക്കുവാ, ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ, ദേ വരുന്ന്. വേദയാണല്ലോ, എന്തേലും അർജന്റ് കാര്യമാവും. ഞാനിതേ, നീ ആ ഫയലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്ക്. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഫയലൊക്കെ ഞാൻ റെഡിയാക്കാം. അല്ല, നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാൻ എന്തിനാ പുറത്തു പോകുന്നേ? ഇവിടെ നിന്ന് സംസാരിച്ചൂടെ? എവിടെ നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓഹോ, എന്താടാ മനുഷ്യ ഒരു കള്ള ലക്ഷണം? നിങ്ങളിനി ഞാനറിയാതെ ഏവളെങ്കിലും വിളിക്കുകയാണോ? അതുകൊണ്ടാണോ നിങ്ങൾ പുറത്തോട്ട് പോകുന്നേ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, മിസ്റ്റർ SI നവനീത്. നോ, ഇറ്റ്സ് മൈ ബിസിനസ് ബിക്കോസ് യു ആർ മൈൻ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആരോടൊന്ന് വെച്ചോ പോയി സംസാരിക്കും. ഹലോ വേദ, പറ മോളെ, എന്താ വിളിച്ചേ? ആ, ഋത്തികേട്ടാ, നവിയേട്ടനടുത്തുണ്ടോ? ഇല്ല മോളെ, അവൻ ക്യാബിന്റെ അകത്താ, ഞാനിവിടെ പുറത്താ. ആ, പിന്നെ ഏട്ടാ, ഞാൻ വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ കാര്യത്തില് ഏകദേശം ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയമായി. സോ എല്ലാരും എല്ലാം അറിയുമ്പോ നമ്മുടെ നവിയേട്ടനും എല്ലാം അറിഞ്ഞിരിക്കണം. അല്ല വേദ, മോൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഋത്തികേട്ടാ, നവിയേട്ടനോട് ഇന്ന് എല്ലാ സത്യവും പറഞ്ഞേ പറ്റൂ. മോളെ, നീ ഇത് എന്താ ഈ പറയുന്നേ? ഋത്തികേട്ടാ, ഇനി ഈ കാര്യം നമ്മൾ ആരിൽ നിന്നും മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അത് പറഞ്ഞേ പറ്റൂ. അതറിയാം വേദ, ബട്ട് ഞാൻ എങ്ങനെ അവനോട് ഇത് പറയാ? സ്വന്തം അച്ഛനും അമ്മയും മരണപ്പെട്ടത് വെറും ഒരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണെന്ന്. അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല ഋത്തികേട്ടാ, പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. മോളെ, അവന്റെ അടുത്ത് ഇത് പറഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ല. അറിയാം ഋത്തികേട്ടാ, ബട്ട് ഇനി നമുക്കത് ചിന്തിച്ച് നിൽക്കാനുള്ള ടൈമില്ല. ഏട്ടനറിയാലോ, ഇന്ന് ഉച്ചയോടെ DK ഗ്രൂപ്പ് നമ്മുടെ മുന്നിൽ റിവീലാവും. ആ സമയത്ത് എല്ലാവരും എല്ലാം അറിയും. സോ അതിനു മുമ്പ് നവിയേട്ടനും എല്ലാ കാര്യവും അറിയണം. അത് ഏട്ടൻ വേണം പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ഏട്ടൻ അറിയാലോ. ശരി മോളെ, ഞാൻ നവിയോട് എല്ലാം പറയാം. ശരി ഏട്ടാ, എന്നാ ഞാൻ വെക്കുവാണേ. ആ, ശരി. നവനീതേ. ആ, വന്നോ? ഞാൻ ആ ഫയലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വാ, നമുക്ക് പോവാം. നീ ആ ഫയലൊക്കെ ഒന്ന് അവിടെ വെച്ചേ. എന്താ ഋത്തികേട്ടാ, എന്താ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ആരാ വിളിച്ച നേരത്തെ? നവി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബട്ട് അത് നീ സമാധാനത്തോടെ വേണം കേൾക്കാൻ. ആ, ഞാൻ കേൾക്കാം. നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. നവി, ഞാൻ ഈ പറയുന്ന കാര്യം നീ ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ ആരും ഇല്ല എന്നുള്ളൊരു വിചാരം നിന്റെ മനസ്സിൽ കൊണ്ടുവരരുത്. നിനക്ക് എല്ലാവരും ഉണ്ട്. ഋത്തികേട്ടാ, മതി.
എന്താ കാര്യം എന്ന് വെച്ചാ പറയേ. നവി, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് വെറും ഒരു ഫയർ ആക്സിഡന്റ് അല്ല. എന്ത് ആക്സിഡന്റ് അല്ലേ? അല്ല, അങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത് എല്ലാരും പറഞ്ഞത്. സോറി നവി, ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡന്റ്, ഇറ്റ് വാസ് എ മർഡർ. അപ്പൊ എങ്ങനെയാ, പ്ലാനൊക്കെ സെറ്റ് അല്ലേ? പ്ലാനൊക്കെ സെറ്റാണ്. ഇനി അവന്മാരെ നാലിനെയും എങ്ങനെയെങ്കിലും കമ്പനിയിൽ നിന്ന് പുറത്തിറക്കിയാൽ മതി. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇന്ന് പ്രോപ്പർട്ടിയിൽ എഞ്ചിനീയേഴ്സ് വരുന്നെന്നും അതുകൊണ്ട് ഇന്ന് സൈറ്റിൽ പോകണമെന്നും ഞാൻ സിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 4 പേരും 11 മണിക്ക് അവരെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കൊണ്ടുപോകേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച ആ സ്ഥലത്തേക്ക്. എന്നാലല്ലേ അവരെ അന്വേഷിച്ച് അവരെ പ്രിയ പത്നികളെല്ലാം അവിടെ എത്തുള്ളൂ. അത് ശരിയാ. പിന്നെ അവളുമാരെ നമുക്ക് സ്വന്തമാക്കണം, അതും അവന്മാരുടെ കൺമുന്നിൽ വെച്ച്. പിന്നെ ബാക്കിയുള്ള അവരുടെ കുടുംബക്കാര്, അതൊക്കെ ബോസിനുള്ളതാ. ഷോ, അവരിത് എങ്ങനെ സഹിക്കും എൻ്റെ ജെറി? സോ സാഡ്. വരാൻ പോകുന്ന ദുരന്തത്തെ പറ്റി അറിയാതെ പാവം നമ്മുടെ ബേബി ഗേൾസ് വർക്ക് ചെയ്യുക. ബട്ട് ഡോണ്ട് വറി, വി മേക്ക് യു ഹെൽ ഇൻ ദ ഹെവൻ സ്വീറ്റീസ്. നവി, നീ കരയാതടാ. നോക്കി, നീ എന്തിനെങ്ങനെ കരയുന്നേ? നീ സ്ട്രോങ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു. എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക്? ഡാ, നിന്നിങ്ങനെ കാണാൻ വയ്യാത്തോണ്ടാടാ നമ്മൾ ആരും ഒന്നും അറിയിക്കാത്തെ. സോറിയടാ. ഡേ നവി, ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ കരയുള്ള സമയമില്ല. നീ നോക്ക്. നമ്മുടെ അച്ഛനെയും അമ്മയും കൊന്ന പോലെ നമുക്കും കൊല്ലണ്ടേ അവരെ? തീർക്കണം, എല്ലാത്തിനെയും തീർക്കണം. ഇന്ന് ഉച്ച വരെയുള്ളൂ അവന്മാരുടെ ടൈം. എല്ലാത്തിനെയും ഞാൻ നരകം കാണിക്കും. അതേടാ, നമ്മുടെ പെണ്ണന്മാര് നമുക്ക് അതിനുള്ള അവസരം കൊണ്ടുതരും. ഒരു ദാക്ഷിണ്യം പോലെ അവന്മാരുടെ മുന്നിൽ കാണിക്കരുത്. ജീവന് വേണ്ടി അവന്മാർ നമ്മുടെ മുന്നിൽ യാചിക്കണം. വേദ, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാനേ ഈ ഫയൽ ഒന്ന് കൃതികേന്റെ അടുത്ത് കൊണ്ടുപോയി സൈൻ ചെയ്തിട്ട് വരാം. ആ ഓക്കെ ഡി. പിന്നെ തിരിച്ചു വരുമ്പോഴേ അർജുനേട്ടന്റെ കയ്യിൽ നിന്ന് ഇന്നലത്തെ മീറ്റിംഗ് ഡീറ്റെയിൽസിന്റെ ഫയലൂടെ ഒന്ന് വാങ്ങിച്ചിട്ട് വായേ. ആ ശരിയടി, എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ, അവരെവിടെ ഒന്നും കാണുന്നില്ല. ആരെ കാണുന്നില്ല എന്ന്? ഡി, അർജുനേട്ടനെ ഋത്തികേട്ടനെ ഒന്ന് ക്യാബിനിൽ കാണുന്നില്ലെന്നോ? അല്ല, അവരെവിടെ പോയി?
അതെ, അവര് 11 മണിക്ക് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. കാവ്യ, നീ എല്ലായിടത്തും ശരിക്കും നോക്കിയോ അവരെ? ആ വേദ, ഞാൻ എല്ലായിടത്തും നോക്കി, പക്ഷെ അവരിവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അല്ല, അപ്പൊ അവരെവിടെ പോയി? ഒരു കാര്യം ചെയ്യ്, വാ നമുക്ക് വിക്ടറിന്റെ അടുത്ത് ചോദിക്കാം. അതെ വിക്ടർ ഏട്ടാ. ആ കാവ്യ മോളോ, എന്താ മോളെ? അത് വിക്ടർ ഏട്ടാ, ഏട്ടന്മാരൊക്കെ എവിടെ പോയി? അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ അവരിന്ന് 11 മണിയായപ്പോ അവരുടെ കൂടെ പ്രോപ്പർട്ടി വിസിറ്റിന് പോയായിരുന്നു. പക്ഷേ വരേണ്ട സമയം കഴിഞ്ഞു. അതെ ഏട്ടാ, അവര് വരേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ കണ്ടില്ല. പിന്നെ ഏട്ടാ, ആരുടെ കൂടെയാ പോയത് അവര്? ഓ അതോ, അതാ ഋഷിയുടെയും ജെറിയുടെയും കൂടെ. അല്ല, അവര് എന്ത് പറഞ്ഞാ വിളിച്ചോണ്ട് പോയത്? ഓ അതോ, അത് ഇന്ന് പ്രോപ്പർട്ടിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എഞ്ചിനീയേഴ്സ് ഒക്കെ വരും. സോ അവരെ കണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ വർക്ക് റിലേറ്റഡ് ആയ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവന്മാരെ വിളിച്ചോണ്ട് പോയത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എഞ്ചിനീയറിംഗ് വർക്കോ? വിക്ടറേട്ടാ, എഞ്ചിനീയറിംഗ് വർക്കൊക്കെ ഞങ്ങളുടെ ഇമെയിലാ വരുന്നേ. അതൊക്കെ ഞങ്ങൾ അടിയിൽ ചെയ്യുന്നേ. അതെ, അതൊക്കെ ഞങ്ങളുടെ ഇമെയിലാ വരുന്നേ. ബട്ട് ഇന്ന് അങ്ങനത്തെ ഒരു ഇമെയിൽ വന്നിട്ടേ ഇല്ല. വേദ, അവന്മാര് നമ്മൾ ഉദ്ദേശിച്ച കള്ളന്മാര് തന്നെയാ. കള്ളന്മാരോ? എന്താ മക്കളെ, നിങ്ങൾ ആരെ പറ്റി പറയുന്നേ? അത് വൈകാതെ തന്നെ അറിയും വിക്ടറേട്ടാ. അതെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഇന്നത്തോടുകൂടി അവന്മാരുടെ കള്ളക്കളി ഞാൻ പൊളിച്ചടുക്കി കൊടുക്കാം. ആഹാ, കണ്ണു തുറന്നായിരുന്നോ? എങ്ങനെയുണ്ട് സാറുമാരുടെ മയക്കം? അയ്യോ, സാറുമാരെന്താ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളെ ഒരു പരിചയം ഇല്ലാത്ത പോലെ. എന്തൊരു ചോദ്യമാ ഋഷി നീ ചോദിക്കുന്നേ? അവർക്ക് എങ്ങനെ നമ്മളെ പരിചയം കാണും? വെറും ഒരു എംപ്ലോയീസ് ആയിട്ട് മാത്രമല്ലേ അവര് നമ്മളെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ നമ്മളെ കണ്ടിട്ടില്ലല്ലോ, അല്ലേ അർജുൻ സാറേ? പാവങ്ങള് ഷോക്കായി നിക്കുവാടാ. ഏട്ടന്മാർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഡാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? നിങ്ങളൊക്കെ ആരാ? സത്യം പറയടാ, നീയൊക്കെ ആരാടാ? എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ? ഡാ, കിടന്ന് ചിലക്കാതെടാ. നീയൊക്കെ ഞങ്ങളുടെ ജീവിച്ചിരുന്ന ഒരേ ഒരു അപ്പനെ കൊന്നപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനായല്ലേ? കൊന്നെന്നോ? ആരെ കൊന്നെന്നുള്ള കാര്യമാ നിങ്ങൾ ഈ പറയുന്നേ? ആ സോറി, പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഈ കഥയിലെ വെറും കീ കൊടുത്ത് ആടുന്ന കുറെ പാവകളാണല്ലോ നിങ്ങൾ നാലും. ഒരു തരത്തിൽ പറഞ്ഞ നിങ്ങളെയൊക്കെ കെട്ടിയവളുമാരുടെ വെറും ഒരു പാവകളാ നിങ്ങൾ നാലും. ഞങ്ങളെയൊക്കെ അച്ഛനെ കൊന്നിട്ട് അവളുമാരങ്ങ് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ? നിർത്തടാ, അനാവശ്യം പറയുന്നോ? അവരാരെ കൊന്നെന്നാ ഈ പറയുന്നത് നിങ്ങള്? നിങ്ങൾക്കറിയാൻ വഴിയില്ല. കാരണം സ്വന്തം ഭാര്യമാരെ പറ്റി എന്തറിയാം ഈ ഭർത്താവ് ഉദ്യോഗസ്ഥന്മാർക്ക്? അവളുമാരെയൊക്കെ കൂത്തിനാടുന്ന വെറും മരപ്പാവകളാ നിങ്ങളൊക്കെ. പിന്നെ നിങ്ങളുടെ ഭാര്യമാര് കൊന്നത് അതാരാന്നല്ലേ? ഡിക്സൺ ക്രിസ്, DK ഗ്രൂപ്പിന്റെ ഒരേ ഒരു ഓണർ, അതായത് ഞങ്ങളുടെ ബോസിന്റെ അച്ഛൻ. ഈ ന്യൂസ് കേട്ടത് മുതല് ഞങ്ങളുടെ ബോസ് കിടന്ന് വേദനിക്കുന്നത് ഞങ്ങൾക്കേ അറിയാവൂ. അപ്പോ ആ വേദനയുടെ ഒരംശമെങ്കിലും നിങ്ങളുടെ കെട്ടിയളുമാർക്ക് ഞങ്ങൾ കൊടുക്കണ്ടേ? നോ, അവരാരെയും കൊന്നിട്ടില്ല. അല്ല, അവരെന്തിനാ ഈ ഡിക്സൺ ക്രിസിനെ കൊല്ലണം? നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും.
ഞങ്ങൾക്കറിയാം. ബട്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. കാരണം നിന്റെയൊക്കെ ഭാര്യമാര് നിന്നെയൊക്കെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് നിന്റെയൊക്കെ ഭാര്യമാരാരാണെന്നും നിന്റെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരവും ഞങ്ങൾ തരാം. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അതല്ലേ പറഞ്ഞത്. നിന്റെയൊക്കെ ഭാര്യമാരൊരുക്കിയ ഗെയിമിൽ വെറും കുറെ പാവകളാണ് നിങ്ങളും നിങ്ങളുടെ ആ കുടുംബവും. പിന്നെ നിങ്ങളറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം അറിയോ? നിങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മുന്നിൽ പന്തയം വെച്ചിട്ട് 9 വർഷമായി. ബട്ട് ഇന്ന് അതിനെല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. 9 വർഷോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്. നിങ്ങളുടെ ഭാര്യമാര് വന്നിട്ട് അവര് തന്നെ നിങ്ങൾക്ക് ഓരോരോ കഥകളായി പറഞ്ഞു തരും. എന്തായാലും നിങ്ങളുടെ സ്നേഹനിധിയായ, നിങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യമാര് ഉടനെ തന്നെ ഇവിടെ എത്തും. അവരെത്തിക്കഴിഞ്ഞാ നിങ്ങളുടെ അന്ത്യത്തിനുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആകും. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളൊരു ബിഗ് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യമാര് കൂടി ഒന്ന് വന്നാട്ടെ, അത് കഴിഞ്ഞ് ആ സർപ്രൈസ് നിങ്ങൾക്ക് തരാം. നേഹ, എന്തായി? ലൊക്കേഷൻ കിട്ടിയോ? കിട്ടി കാവ്യ. അവരിപ്പോ ഓവർ ബ്രിഡ്ജിന്റെ താഴെയുള്ള ഒരു ഗോഡൌണില്ല. അതെ, സിദ്ധാർത്ഥ അങ്കിൾ അവരുടെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല വേദ. നമ്മളുടെ കണക്ക് കൂട്ടലുകൾ എപ്പോഴും ശരിയായിരിക്കും, ഒരിക്കലും തെറ്റാറില്ല. ഇത് അവന്മാര് തന്നെ ആയിരിക്കും. അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷെ അവന്മാരെ എല്ലാവരെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ശരിയാ കാവ്യ, നമ്മൾ എല്ലാവരും അവന്മാരെ പറ്റി നല്ലോണം അറിഞ്ഞിരിക്കണം. വേദ, നീ ആ ഫോട്ടോസ് കാണിച്ചേ. ആദ്യമേ തന്നെ നമ്മൾ ആ 4 മുഖം മൂടിയിട്ട കള്ളന്മാരായിക്കോട്ടെ. ദിസ് ഈസ് മിസ്റ്റർ ഡെയ്ൻ. He is Mr. Jerin. You know it's a shutdown. I'm panerigo munjanga shutdown. Whip it, whip it, whip it, whip it, whip it, whip it, whip it. It's black and it's pink once the sundown. You pull up, you know it's a shutdown. I'm panerigo munjanga shutdown. Whip it, whip it, whip it, whip it. It's Mr. Derek. David. I bring the pain like ഗ്രേറ്റ് വർക്ക്. ഫേക്ക് ഐഡന്റിറ്റി വെച്ച് കയറിയാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചു കാണും. അടുത്തയാളെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് അറിയാം. അറിയാന്നോ? ഹു ഈസ് ദാറ്റ്? മിസ്റ്റർ ഗൗതം. ഓ, അപ്പോ ഇവൻ വഴിയായിരിക്കും നമ്മളെ പറ്റി അവന്മാരെല്ലാം അറിഞ്ഞത്. യു ആർ റൈറ്റ് കാവ്യ. അതുപോലെ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന 3 പറ്റിയും നമുക്കറിയാം. നിനക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ആ ഗൗതമിന്റെ കൂടെ 3 നമ്മൾ ജയിലിൽ അയച്ചില്ലേ? അവന്മാര് തന്നെയാണ്. കൊള്ളാലോ. അല്ല, ഇനി ആരൊക്കെയാ ഇവന്മാരെ കൂട്ടത്തുള്ളത്? ദേ, ഇവനാണ് എറിക്ക്.
ഇത് ജാക്സൺ. ഇത് ആൽഫ്രഡ്. Mama need rules, money I choose. Sleep my shoes, walking on you. Mama need rules, mama need rules, money I choose. Watch all my wants and years and dollars be dropping on you. Dropping on you. ഇവന്മാരെ പറ്റി അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എനിക്കറിയേണ്ടത് ബോസിനെയാ. ഹു ഇസ് ദ ബോസ് ഓഫ് ദിസ് ഗ്രൂപ്പ്? കാവ്യ, ദേ ഇവനാണ് ഇവന്മാരെ എല്ലാം കൊണ്ടു നടക്കുന്ന ദ റിയൽ DK. അപ്പോ നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ഇനി കാണേണ്ടവരെ ചെന്ന് കണ്ടാ മാത്രം മതി. അവന്മാര് ഇനിയാണ് ശരിക്കുള്ള നമ്മൾ ആരാണെന്ന് അറിയാൻ പോകുന്നത്. അവന്മാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്ന that worst time. കഥ അറിയാതെ ആട്ടം കാണുന്ന നല്ല ഒന്നാം തരം മണ്ടന്മാര്. ഹോ, ഭർത്താക്കന്മാരെല്ലാം ഭാര്യമാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? പേടിക്കണ്ട, ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് വിത്തിൻ 5 minutes അവരിവിടെ എത്തും. ഡാ നിർത്തടാ, നിനക്കൊക്കെ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവരെ ഒന്ന് തൊടാൻ പോലും ഞങ്ങള് സമ്മതിക്കില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല. നിന്റെയൊക്കെ കണ്ണടയുന്നതിന് മുന്നേ അവളുമാര് ഞങ്ങളുടെ സ്വന്തം ആവുന്നത് നീയൊക്കെ കാണും. നിന്റെയൊക്കെ നിഴല് പോലും അവരുടെ മേൽ സ്പർശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ. അവരുടെ ഒരു രോമത്തിൽ പോലും തൊടാനുള്ള അർഹത നിങ്ങൾക്കില്ല. കിടന്ന് തിളക്കാതടാ. നീയൊക്കെ ജീവനും തുല്യ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ സ്വന്തമാകാൻ പോകുന്നത് നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടിരിക്കും. അതാ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ലാസ്റ്റ് ഗിഫ്റ്റ്. തൊട്ടു പോകരുത് അവരെ. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളൊക്കെ ഒരു നോക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കില്ല. അതിനും ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ നീ ഉറപ്പിക്കാതടാ. നീ ഒന്ന് അടങ്ങ്. നിന്റെ ഭാര്യ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. പിന്നെ കിരണേ, നിന്റെ ഭാര്യയില്ലേ, എന്റെ ആ ക്യൂട്ടി, അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതും നിന്റെ കൺമുന്നിൽ വെച്ച്. അവളെ എന്റെയാ.
ഡാ നിർത്തടാ ചെറ്റേ, എന്റെ പെണ്ണിനെ ആ വൃത്തികെട്ട കണ്ണുകൊണ്ട് ഒരു നോക്ക് പോലും നോക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ഇനി മുതല് ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് തന്നെയാ ഞാൻ അവളെ നോക്കാൻ പോകുന്നേ. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ? ഇത്രയും കാലം ഞങ്ങൾ ഈ വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് തന്നെയാ അവളുമാരെ ആസ്വദിച്ചത്, അതും നല്ല സുഖത്തോടെ. പക്ഷേ കണ്ണുകൾ കൊണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ശരീരം കൊണ്ട് ആസ്വദിക്കാൻ പോവാ. നായേ, ഇനി ഒരൊറ്റ അക്ഷരം മിണ്ടി പോവരുത്. ഞങ്ങളുടെ പകുതിയാ അവര്. ഞങ്ങൾക്ക് എന്ത് വന്നാലും ജീവൻ കൊടുത്ത് അവര് ഞങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെയുള്ളവരെ ഒരു ചെറ്റകൾക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നിർത്തടാ, നിന്റെയൊക്കെ ശവം വീഴ്ത്തിയിട്ടായാലും ശരി, അത് നടന്നിരിക്കും. പിന്നെ CEO സാറേ, നിങ്ങളുടെ ഭാര്യയല്ലേ മിസ്സിസ് നേഹ കൃത്തിക്, അവളിനി എന്റെയാ. ആ ബ്യൂട്ടി പ്രിൻസിനെ ഇനി ജീവിതകാലം മുഴുവനും ഞാൻ ആസ്വദിക്കാൻ പോകുന്നത്. നിർത്തടാ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഈ കെട്ട് അഴിച്ചു വിട്ടിട്ട് എതിർക്കാൻ പാ. നിന്റെയൊക്കെ നാക്കും കണ്ണും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. നീ ഒന്ന് അടങ്ങടാ. നിന്റെ പ്രിയ പത്നിയൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അത് കഴിഞ്ഞ് നീ എന്റെ കണ്ണോ നാക്കോ അരിഞ്ഞെടുത്തോ. അതിനു മുന്നേ ഞാൻ അവളെ അങ്ങ് സ്വന്തമാക്കിയിരിക്കും. എന്നിട്ട് എന്റെ കൂടെ അങ്ങ് കൊണ്ടുപോകും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ലടാ. അവളെ ഒന്ന് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് കുറച്ച് കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നീയൊക്കെ തൊടില്ലടാ. തൊട്ടാൽ ആ കൈ വെട്ടാനാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. താലി കെട്ടാ അറിയാമെങ്കിൽ താലി കെട്ടി അവളെ സംരക്ഷിക്കാനും ഞങ്ങൾക്കറിയാം. ഒരു പോറൽ പോലും അവരുടെ ദേഹത്ത് ഞാൻ ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല. എന്താ വരുൺ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ വേദയുടെ ദേഹത്ത് ഞാൻ പോറൽ ഏൽപ്പിക്കോ? അവളെ എന്റെ പെണ്ണാടാ. ഡാ ചെറ്റേ, ഇനി ആ നാക്കെടുത്ത് ഒരിക്കൽ കൂടി അത് പറഞ്ഞ ഞാൻ ആ നാക്കടിഞ്ഞു കളയും. അവളെ എന്റെ ഭാര്യ, എന്റെ പെണ്ണ്, എന്റെ വേദ. ഇനി അവള് നിന്റേതാണെന്ന് വല്ലതും പറഞ്ഞ കൊന്നു കളയും നിന്നെ ഞാൻ. നീ ഒരു ചുക്കും ചെയ്യില്ല. ആദ്യമായിട്ട് നീ കെട്ടിക്കൊടുത്ത താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ അനുഭവിച്ച വേദന അതെല്ലാം ഞാൻ ഇന്ന് തീർത്ത് തരും. എന്നിട്ട് നിന്റെ കണ്ണടയുന്നതിന് മുന്നേ തന്നെ ആ താലി അവളുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് നിന്റെ മുഖത്തോട്ട് ഞാൻ വലിച്ചെറിഞ്ഞു തരും. അവളെയോ അവളുടെ താലിയെയോ നീ തൊടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അത് വരുണിനുള്ളതാ. അതിന് ഞങ്ങൾക്ക് ആരുടെ സമ്മതം വേണ്ട. നിങ്ങൾ കെട്ടിക്കൊടുത്ത താലിക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ടി അവളുമാരിടുന്ന സിന്ദൂരത്തിനും ഇന്നൊരു വലിയ യാത്രയപ്പാ. അതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രവാ. നിനക്കൊക്കെ തരാനല്ല ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. താലി കെട്ടാൻ അറിയാമെങ്കിൽ ജീവിതകാലം മുഴുവനും പോറ്റാനും ഞങ്ങൾക്കറിയാം. അതിന്റെ ഇടയില് ഒരു തെണ്ടിക്കും സ്ഥാനമില്ല. നീയൊക്കെ എങ്ങാനും അവരെ വേദനിപ്പിച്ച പച്ച ജീവനോടെ ഞങ്ങൾ നിന്നെ വെട്ടിയരിയും. ആണോ? നിന്റെ കൈ കൊണ്ട് നിന്റെ തല ഞാൻ മുറിപ്പിക്കും. എന്നിട്ട് നിന്റെ കാവ്യനെ ഞാൻ സ്വന്തമാക്കും. അതും നിന്റെ കൺമുമ്പിൽ വെച്ച്. എന്നിട്ട് ഇഞ്ചിഞ്ചായി ഞാൻ അവളെ ആസ്വദിക്കുന്നത് നീ കാണണം. ഡാ അലവലാതി, നീ ആസ്വദിക്കാനോ? അവളുടെ ഭർത്താവ് ഈ അർജുന. തൊടില്ല നീ അവളെ. ഞാൻ അതിന് സമ്മതിക്കില്ലടാ വൃത്തികെട്ടവനെ. നടക്കാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. നിന്റെ കാവ്യനെ ഞാൻ എന്റെ ഭാര്യയാക്കോടാ. ഡാ അവൾ എന്റെ ഭാര്യടാ, എന്റെ മാത്രം.
ഹാ, എത്തിയല്ലോ ഭർത്താക്കന്മാരെ അന്വേഷിച്ച് ഭാര്യമാര്. ഞങ്ങള് പറഞ്ഞില്ലേ വിത്തിൻ മിനിറ്റുകളിൽ ഇവരെത്തുമെന്ന്. ഇനി വേണം ചിലതൊക്കെ പറയാനും ചെയ്യാനും ഉള്ളത്. This beat is produced by Rampage. ഹാ, നിങ്ങൾ അവരെങ്ങനെ നോക്കാതെ. ഇനി മുതലേ അവരെ നോക്കാൻ ഞങ്ങൾക്ക് അധികാരം. എന്നാലും നിന്റെയൊക്കെ ഭാര്യമാർക്ക് ഒരു അവാർഡ് കൊടുക്കണം. എത്ര പെട്ടെന്നാ സൈറ്റൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങ് വന്നേ. ഹോ, ഇങ്ങനെ നോക്കി അങ്ങ് പേടിപ്പിക്കല്ലേ. ചേട്ടന്മാരങ്ങ് ഇല്ലാണ്ടായി പോകും. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാലോ. ഡാ അവരെ അഴിച്ചുവിടടാ. ഒന്ന് അടങ്ങ് എന്റെ പെണ്ണെ. അങ്ങനെ പെട്ടെന്നൊക്കെ അഴിച്ചു വിടാൻ പറ്റുമോ ഞങ്ങൾക്ക് അവരെ? അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് നിങ്ങളെ സ്വന്തമാക്കണ്ടേ? അത് ശരിയാ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ആ കഴുത്തി കിടക്കുന്ന താലി അങ്ങ് ഞങ്ങൾ പൊട്ടിച്ചെറിയും. എന്നിട്ട് ഇവന്മാരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ നിങ്ങളെ സ്വന്തമാക്കും. അത് ശരിയാ. എത്രയാന്ന് വെച്ചാൽ ഇങ്ങനെ അകന്നു നിന്ന് സ്നേഹിക്കുന്നേ. ഇനി ആ അകൽച്ചയ്ക്ക് അങ്ങ് മാറ്റാന്നേ. അതിനു മുന്നേ ചില സത്യങ്ങൾ ഇവന്മാരോട് പറയണം. പിന്നെ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലോ ഇത്. അപ്പൊ പിന്നെ തുടങ്ങിയാലോ? ആദ്യം ബാങ്ക്ടൺ കമ്പനിയിലെ മുതലാളിമാർ അറിയേണ്ടത് ഞങ്ങൾ ആരാണെന്നല്ലേ. ഞങ്ങൾ DK ഗ്രൂപ്പിലെ ആൾക്കാരാണ്. നീയൊക്കെ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ പ്രോപ്പർട്ടി ഇല്ലീഗലായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളാണ്. എന്തിനാടാ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കയറി കളിച്ചത്? അവിടെ ഓൾറെഡി ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ഉള്ളതാ. പിന്നെ നിങ്ങളുടെ ആ പോലീസ് ബ്രദറിനോടും പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഫോറൻസിക് ബ്രദറിനോടും പറയണം ഓർഗൻ ട്രാൻസ്പോർട്ടും പിന്നെ എല്ലാ ഫാർമസി റിലേറ്റഡ് ആയ കേസും നടക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ചാണെന്ന്. പിന്നെ ഇതറിയുമ്പോ അവരുടെ പണി എളുപ്പമാവുമല്ലോ. വെറുതെ എന്തിനാ അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്നേ? പിന്നെ നീയൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ കെട്ടി ഞങ്ങളുടെ പണി നിർത്താൻ നോക്കുവാണല്ലേ. അതിനെ ഞങ്ങൾ സമ്മതിക്കോ? ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി തന്നെയാടാ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ കയറി വന്നത്. പിന്നെ ഞങ്ങളുടെ ബോസിന് മുംബൈയിലെ തന്നെ നമ്പർ 1 കമ്പനിയായ ബാങ്ക്ടൺ എന്റർപ്രൈസ് സ്വന്തമാക്കാൻ ഒരാഗ്രഹം. സോ അതിനും കൂടിയാ ഞങ്ങൾ അവിടെ കയറി വന്നത്. പക്ഷേ ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചത് ആ ഒരു ഫയലാ. നിങ്ങളുടെ കമ്പനി ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ ഫയല്. ആ ഫയല് നിങ്ങളുടെ കമ്പനിയിലില്ല. അത് അന്വേഷിച്ചു പോയപ്പോഴാ ഞങ്ങളൊരു സത്യം അറിഞ്ഞത്. അറിഞ്ഞതല്ല, അറിയിച്ചതാ. This beat is produced by Rampage. എന്താ ഞെട്ടിപ്പോയോ? ആരും ഞെട്ടണ്ട. ഇവന്മാർക്ക് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഫേക്ക് ഐഡന്റിറ്റി ഉള്ളൂ. ബട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ റിയൽ ഐഡന്റിറ്റി തന്നെയാ. നീയൊക്കെ കൂടെ ജയിലിലാക്കിയ അതേ ഗൗതം തന്നെയാണ് ഞാൻ. എന്തേ ഭാര്യമാരും ഭർത്താക്കന്മാരും ഞെട്ടിപ്പോയോ? ഇപ്പൊ മനസ്സിലായോ ഇവന്മാർക്ക് നിങ്ങളെപ്പറ്റി എങ്ങനെ അറിയാമെന്ന്? ഗൗതം വഴിയാ ഞങ്ങൾ ഈ 4 പെൺപുലികളെ പറ്റി അറിയുന്നത്. വി ആർ സർപ്രൈസ്ഡ് അറ്റ് ദ സെയിം ടൈം വി ആർ കൺഫ്യൂസ്ഡ്. എന്താന്നല്ലേ, നിങ്ങളുടെ മാരേജിന് ശേഷമാണ് ആ കമ്പനി ഈ 4 ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരെ ഹോൾഡ് ചെയ്തത്. സോ ആ കമ്പനി ഫയൽ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇനി പറ, എവിടെയാ ആ കമ്പനി ഓണർഷിപ്പ് ഫയല്? ആ കമ്പനി ഓണർഷിപ്പ് കിട്ടാതെ ബോസ് നിന്നെ ഒന്നും ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ല.
നീയൊക്കെ പറയില്ല എന്നറിയാം, ഞങ്ങൾക്ക് പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ബട്ട് അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചത് ഫയർ ആക്സിഡന്റ് ആണല്ലേ? നിങ്ങളുടെ ഭാര്യമാര് പറഞ്ഞ വെറും ഒരു കെട്ടുകഥയാ ആ ഫയർ ആക്സിഡന്റ്. ആക്ച്വലി നിങ്ങളുടെ പാരൻസ് മരിച്ചത് വെറും ഫയർ ആക്സിഡന്റ് അല്ല, ഇറ്റ് വാസ് എ മർഡർ. എന്താ ഞെട്ടിപ്പോയോ? നിങ്ങളെയൊക്കെ തള്ളേനെയും തന്തേനെയും കൊന്നത് ഞങ്ങളും കൂടെ ചേർന്ന. എന്ത് ചെയ്യാനാ? പണ്ട് ബോസിന്റെ അച്ഛന് നിങ്ങളുടെ കമ്പനിയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഒന്ന് ചോദിച്ചതാ ഓണർഷിപ്പ് ഫയല് കൊടുക്കാൻ. ബട്ട് അന്നവര് തരില്ല എന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തില് നമ്മുടെ ബോസിന്റെ അച്ഛൻ അവരെ അങ്ങ് തീർത്ത് കളഞ്ഞു. ഇപ്പൊ എന്താ അതേ സ്ഥാനത്ത് നിങ്ങളും. അന്ന് നിന്റെയൊക്കെ തള്ളേനെയും തന്തേനെയും കൊന്നപ്പം അവർ ഒരുപാട് ആഗ്രഹിച്ചതാ നിങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്ന്. ബട്ട് അന്ന് അവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നിങ്ങളെ 4 എണ്ണത്തിനെയും അവരുടെ അടുത്തോട്ട് അയക്കാൻ പോവുക. എന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പോവുക ഞങ്ങള്. എന്നാലും നീയൊക്കെ എന്ത് ഭർത്താക്കന്മാരാ? സ്വന്തം ഭാര്യമാരുണ്ടാക്കിയ കഥയിലെ വെറും വിവരമില്ലാത്ത പാവകള്. ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല. നിന്റെയൊക്കെ ഭാര്യമാരും ഇനി ഞങ്ങളുടെ ഭാര്യമാരാകുമ്പോൾ പോകുന്നവരുടെയും യഥാർത്ഥ രൂപം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇവളുമാരുടെ തൊലിക്കട്ടി സമ്മതിക്കണം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? ഗൗതമേ, പെൺപുലികളുടെ മനസ്സിൽ കച്ചകെട്ടുന്നുണ്ടാവും നമ്മളെ എങ്ങനെ നശിപ്പിക്കാമെന്ന്. ബട്ട് ഇറ്റ്സ് ടു ലേറ്റ് ബേബി ഗേൾസ്. അതെ, സമയം കളയാൻ തീരെയില്ല. അതുകൊണ്ട് അർജുൻ സാറിന്റെ അടുത്തുനിന്ന് തന്നെ ആദ്യം അങ്ങ് തുടങ്ങാം. അല്ലേടാ, നീ തുടങ്ങടാ. അവന്റെ ഭാര്യ ശരിക്കും ആരാണെന്ന് അവ അറിയട്ടെ. അപ്പോ മിസ്റ്റർ അർജുൻ, നിനക്കറിയണ്ടേ നിന്റെ ഭാര്യ യഥാർത്ഥത്തിൽ ആരാണെന്ന്? നീ ശ്രദ്ധിച്ച് കേട്ടോ. ഷീസ് CBCID കാവ്യ അർജുൻ. ഐ നോ മിസ്റ്റർ ഡെയിൻ. വാട്ട്? അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിറിഞ്ഞേ? ഞെട്ടിപ്പോയോ? നിനക്ക് എന്റെ വേദന കെട്ടണ്ടേടാ. അയ്യോ സോറി, വെറും വേദയല്ല. ഷീസ് അഡ്വക്കേറ്റ് വേദ വരുൺ, സ്പെഷ്യലിസ്റ്റ് ഇൻ ക്രിമിനൽ ഡിപ്പാർട്ട്മെന്റ്.
അപ്പോ ഡാനിയൽ എന്ന ഡെറിക്കെ, നിനക്ക് എന്റെ പെണ്ണിനെ കെട്ടണ്ടേടാ. പിന്നെ കെട്ടുന്നതിന് മുമ്പ് ഒരു സ്മോൾ ഇൻഫോർമേഷൻ. അവളെ വെറും കൃതിക കിരൺ അല്ല, ഷീസ് ഡോക്ടർ കൃതിക കിരൺ. That's my fam, I'll hold them down forever. Us against the world, we can battle whoever. Together, ain't no way we gon' fail. You know I got your back, just like a turtle shell. Nobody do it better. All my brothers tryna get some cheddar. We all wanna cut like the shredder. Me and my bros come together for the dough. Bought the orange Lamborghini, call it Michelangelo. With the nunchuck dough, and I'm pulling up slow. When we fall up in the party, they know anything goes. Shake my Rolex, they say I'm the man of the hour. All this green in my pockets, you can call it turtle power. For when we fight together, knock knock, you about to get ഷോ ഇങ്ങനെ ഷോക്ക് ആവല്ലേ ജിജോ? ഇങ്ങനെ ഷോക്കായാൽ ബ്യൂട്ടി പ്രിൻസിനെ എങ്ങനെ നീ കല്യാണം കഴിക്കും മിസ്റ്റർ ഡേവിഡ്? ആസ് എ കൈൻഡ് ഇൻഫോർമേഷൻ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പറ്റി അന്വേഷിക്കുന്നത് നാട്ടു നടപ്പാണ്. സോ ബ്യൂട്ടി പ്രിൻസിനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഷീസ് നേഹ കൃതിക്. വെറും നേഹ കൃതിക് അല്ല, ഷീസ് എ ബ്രില്യന്റ് മഗ് ഷൂട്ടർ മിസ്സിസ് നേഹ കൃതിക്. നീയൊക്കെ എന്താ വിചാരിച്ചേ ഈ കഥയിലെ വെറും പാവാളാണ് ഞങ്ങളെന്നോ? എന്നാലേ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങളുടെ കഥയിലെയും ഞങ്ങളുടെ ഭാര്യമാരൊരുക്കിയ കഥയിലെയും വെറും മരപ്പാവകളാ നീയും നിന്റെയൊക്കെ ബോസും. ഷോ, എന്തായിരുന്നു ചേട്ടന്മാരുടെ ആഗ്രഹങ്ങള്? നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ സ്ഥലം നിങ്ങളും ഞങ്ങൾക്കായി ഒരുക്കിയതാണെന്ന്. എന്നാൽ കളിയിലെ കഥ അറിയാതെ കളിക്കുന്ന നിങ്ങൾക്കൊക്കെ തെറ്റി. നിങ്ങള് കുഴിച്ച കുഴിയില് ഞങ്ങളാടാ നിങ്ങളെ വീഴ്ത്തിയത്. ഷോ സാരയില്ലാമേ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. പിന്നെ ഒരു കാര്യം, ഈ കഥ എഴുതുമ്പോൾ ഞങ്ങളായിരുന്നു ഹീറോസ്. ബട്ട് ടൈമിങ്ങിന്റെ ചെറിയൊരു ടെസ്റ്റ്. അതുകൊണ്ട് ഹീറോ സ്ഥാനം നിങ്ങൾക്കാ. നിങ്ങൾ ഈ കഥയുടെ ഹീറോസ് ആകുമ്പോ ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വില്ലനായല്ലേ പറ്റൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിന്റെയൊക്കെ ബോസിന്റെ തന്തയെ കൊന്നത് ഞങ്ങളുടെ ഭാര്യമാരാണെന്നല്ലേ നീയൊക്കെ പറഞ്ഞേ? എന്നാൽ DK ഗ്രൂപ്പിലെ ഡബിൾസിന് തെറ്റി. ആ ഡിക്സനെ ക്രൂരമായി കൊന്ന് വെട്ടിയരിഞ്ഞ് പെട്ടിയിലാക്കിയത് ഞങ്ങളാടാ.